ആലപ്പുഴയിൽ യുവതിയോട് അപമര്യാദയായി പെരുമാറിയത് ചോദ്യം ചെയ്ത യുവാവിനെ ഇരുചക്രവാഹനത്തിൽ റോഡിലൂടെ വലിച്ചിഴച്ചു. മാന്നാർ തൃക്കുരുട്ടി മഹാദേവ ക്ഷേത്ര ജംഗ്ഷനിലാണ് സംഭവമുണ്ടായത്. സൂപ്പർ മാർക്കറ്റിലെ ജീവനക്കാരോടാണ് തലവടി സ്വദേശി ബൈജു അപമര്യാദയായി പെരുമാറിയത്. ശരണ്യ സ്നേഹജൻ വിവരങ്ങൾ പങ്കുവെക്കും. ശരണ്യ, ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ഈ യുവാവ് ബൈക്കിൽ കടക്കാൻ ശ്രമിക്കുന്നു. ഈ സൂപ്പർ മാർക്കറ്റിലെ സെയിൽസ് ജീവനക്കാരനാണ് തടയാൻ ശ്രമിക്കുന്നത്. മറ്റെന്തൊക്കെ സംഭവങ്ങളാണ് ഉണ്ടായത് അവിടെ? രഞ്ജിത്ത്, ഇന്നലെ വൈകിട്ട് 6 മണിയോടെയാണ് ഈ സംഭവം ഉണ്ടായത്. മാന്നാർ തൃക്കുരുട്ടി മഹാദേവ ക്ഷേത്രത്തിന് മുന്നിലുള്ള സൂപ്പർ മാർക്കറ്റിലാണ് ഈ തലവടി സ്വദേശിയായ ബൈജു എത്തിയത്. ഇയാൾ ബ്ലീച്ചിംഗ് പൗഡർ അന്വേഷിച്ചാണ് ആദ്യം ഈ സൂപ്പർ മാർക്കറ്റിലേക്ക് എത്തിയത്. അത് മദ്യലഹരിയിലായിരുന്നു എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. തുടർന്ന് ഇയാള് വനിതാ ജീവനക്കാരികളുടെ ശരീരത്തിൽ ഇയാൾ കടന്നു പോകുന്ന വഴി അറിയാത്ത രീതിയിൽ സ്പർശിച്ചു. ഇത് മനസ്സിലാക്കിയ വനിതാ ജീവനക്കാർ ഇയാളുമായി തർക്കത്തിലേർപ്പെടുകയും പിന്നീട് ഇത് വനിതാ ജീവനക്കാർ പ്രശ്നമാക്കിയതോടെ ഇയാൾ പുറത്തേക്ക് ഇറങ്ങി പോവുകയുമായിരുന്നു. തുടർന്ന് അവിടെ തന്നെയുള്ള ആ സൂപ്പർ മാർക്കറ്റിലെ ജീവനക്കാരനായ ലിസിൻ ഇയാൾ പുറത്തേക്ക് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ ബൈക്കിൽ ഇയാളുടെ പിന്നാലെ പോവുകയും ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് പോകാൻ ശ്രമിച്ച സമയത്ത് ബൈക്കിന്റെ പിന്നിൽ കയറി പിടിക്കുകയായിരുന്നു. പക്ഷേ ലിസിൻ നിൽക്കാൻ പറഞ്ഞിട്ടും ഇയാൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോയി 50 മീറ്ററോളം റോഡിൽ വലിച്ചിഴച്ചു എന്നുള്ളതാണ് ജീവനക്കാർ പോലീസിന് നൽകിയിട്ടുള്ള വിവരം. ഒപ്പം തന്നെ ഈ വാഹനത്തിന്റെ പിന്നിൽ പിടിച്ചു കിടന്നിരുന്ന ലിതിന്റെ ശരീരത്ത് പരിക്കുണ്ട്. ഇയാളെ പരുമലയിൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. വളരെ തിരക്കേറിയ റോഡിലാണ് ഇത്തരത്തിൽ ഈ വാഹനം നിർത്താൻ പറഞ്ഞിട്ടും ആ വാഹനം ലിതിനുമായി ഓടിച്ചു മുന്നോട്ട് പോയത് എന്നുള്ളതാണ് ശ്രദ്ധേയം. തുടർന്ന് ഒരു ഹമ്പ് എത്തിയപ്പോഴത്തേക്കും ആ വാഹനത്തിന്റെ വേഗത കുറഞ്ഞ ഘട്ടത്തിൽ ലിതിൻ ചാടി എഴുന്നേൽക്കുകയും വാഹനം പൂട്ടുകയുമായിരുന്നു. തുടർന്ന് ആ പരിസരത്തുണ്ടായിരുന്ന ആളുകൾ കൂടി ഓടിയെത്തിയാണ് ഇയാളെ പിടികൂടുന്നത്, ബൈജുവിനെ പിടികൂടുന്നതും മാന്നാർ പോലീസിൽ വിവരം അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. മാന്നാർ പോലീസുമായി നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. അപ്പം മാന്നാർ പോലീസ് വ്യക്തമാക്കുന്നത് ഇതിനകത്ത് അപമര്യാദയായി പെരുമാറിയ ഒരു കേസ് മാത്രമാണ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇവരെ വലിച്ചിഴച്ചുകൊണ്ട് പോയി എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലുള്ള മൊഴി ലഭ്യമായിട്ടില്ല എന്നടക്കമാണ് ഈ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്ന സംഭവത്തിൽ പോലീസിന്റെ വിശദീകരണം. എന്തായാലും ഇപ്പോൾ ഇത്രയും ദൂരം, അതായത് 50 മീറ്ററോളം റോഡിലൂടെ വലിഞ്ഞിഴഞ്ഞു പോകേണ്ടി വന്ന ഇതിനിപ്പോൾ പരുമലയിൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ശരി. കൊച്ചി മരടിലെ ഗുണ്ടകളുടെ ഏറ്റുമുട്ടലിൽ നടപടി. മാമോദിസ ചടങ്ങിനിടെ ഏറ്റുമുട്ടിയവർക്കെതിരെ പോലീസ് സ്വമേധയാ കേസെടുക്കുകയായിരുന്നു. ഭായ് നസീർ, തമ്മനം ഫൈസൽ എന്നിവരുൾപ്പെടെ 10 പേർക്കെതിരെയാണ് കേസ്. നവമി ദിനേശ് വിവരങ്ങൾ പങ്കുവെക്കും. നവമി, എന്താണ് ഈ സംഭവം? രഞ്ജിത്ത്, ഇന്നലെ ആയിരുന്നു ഈ സംഭവം ഉണ്ടായത്. ഞായറാഴ്ച ഈ സുഹൃത്തിന്റെ മകന്റെ മാമോദിസ ചടങ്ങിനെത്തിയതായിരുന്നു ഇവർ. അതിനിടയിലാണ് മറ്റൊരു സംഘവുമായി ഏറ്റുമുട്ടലുണ്ടായത്. ആദ്യം ഈ പള്ളിയുടെ ഉള്ളിലും പിന്നീട് പള്ളിയുടെ പരിസരത്തും ഇവർ തമ്മിൽ കയ്യേറ്റം ഉണ്ടാവുകയും ഇതിൽ ഭായ് നസീർ, തമ്മനം ഫൈസൽ തുടങ്ങിയ കുപ്രസിദ്ധ ഗുണ്ടകൾ ഉൾപ്പെടെയാണ് അവിടെ ഒരു തർക്കമുണ്ടായത്. ഇതിനെ തുടർന്ന് ആരും തന്നെ പരാതി നൽകിയിരുന്നില്ല. പക്ഷെ മരട് പോലീസ് പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ, ഈ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ അടക്കം നടത്തിയ അന്വേഷണത്തിലാണ് ഇവിടെ ഇനിയും ഇതുമായി ബന്ധപ്പെട്ട തുടർ തർക്കങ്ങൾ ഉണ്ടാകാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കത്തിക്കുത്ത് വരെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് കണക്കിലെടുത്താണ് ഇപ്പോൾ ഇവർക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇവരുൾപ്പെടെ 10 പേരെയാണ് മരട് പോലീസ് പ്രതി ചേർത്ത് കേസെടുത്തിരിക്കുന്നത്. ഈ ഭായ് നസീറും തമ്മനം ഫൈസലും കുപ്രസിദ്ധ ഗുണ്ടകളാണ്. പോലീസിന്റെ അടക്കം ഗുണ്ടാ ലിസ്റ്റിൽ പേര് ഉൾപ്പെട്ടിട്ടുള്ളവരാണ്. അവരാണ് ഇങ്ങനെ ഇന്നലെ എത്തി ഒരു മാമോദീസ ചടങ്ങിലെത്തി ഇത്രയും വലിയൊരു ആക്രമണം അഴിച്ചുവിട്ടത്. ശരി.